ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദ്യ വീഡിയോ. എൻ്റെ പേര് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേരായിട്ട് ചോദിക്കുന്നു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, സമയം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അതിന് എക്സ്ട്രാ ഇപ്പോൾ പീൽ ഓഫ് മാസ്കിൻ്റെ ആവശ്യമില്ല. പീൽ ഓഫ് മാസ്ക് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാം. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഫേസിലെ കംപ്ലീറ്റ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേസിൽ മൂക്കിൻ്റെ ഇവിടെ ഒരു പിമ്പിൾ വന്നിട്ട് പൊട്ടിച്ചതിൻ്റെ പാടാട്ടോ ഇരിക്കുന്നത്. എനിക്ക് ആ പിമ്പിൾസ് ഇരുന്ന് കഴിഞ്ഞാൽ പൊട്ടിക്കണം. ആക്ച്വലി പൊട്ടിക്കരുത്, പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാടുണ്ടാവും. അപ്പം എനിക്കത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കാണ്ടിരിക്കാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് പൊട്ടിച്ചാണ്. അപ്പം നിങ്ങൾ പൊട്ടിക്കാതിരിക്കുക. അപ്പം നല്ല ഉപകാരപ്പെട്ട ഒരു പീൽ ഓഫ് മാസ്ക് ആണ് ചെയ്തേക്കുന്നത്. എൻ്റെ പേഴ്സണലി ഗ്യാരണ്ടി തന്നു. നന്നായിട്ട് ഇതിന് എൻ്റെ മൂക്കിൻ്റെ ഒക്കെ ഇവിടെ ഒരു ഗ്ലൈസിങ് ഫീൽ ചെയ്യുന്നില്ലേ, അവിടുത്തെയൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. എൻ്റെ ഫേസിൽ കൂടുതൽ വൈറ്റ് ഹെഡ്സ് ആണ്, ബ്ലാക്ക് ഹെഡ്സ് എനിക്കില്ല. അപ്പം നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളാന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് നോക്കാം. അപ്പം നമുക്കിതേ നന്നായിട്ട് സ്റ്റീം ചെയ്യാം. നന്നായിട്ട് സ്റ്റീം കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഫേസ് അതിനുള്ളതായിട്ട് പ്രിപ്പയർ ആവുള്ളൂ. അതായത് നമ്മുടെ ഫേഷ്യൽ ഹെയർസും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്യണമെങ്കിൽ ഫേസ് ഒന്ന് പ്രിപ്പയർ ആവണം. അതിനുവേണ്ടി ഇതുപോലെ സ്റ്റീം കൊടുക്കുക. സ്റ്റീമർ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, ഒരു കോട്ടൺ ടവൽ എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് മുഖത്ത് ഇതുപോലെ വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കുക. നേരെ മറിച്ച് ഇങ്ങനെ ചൂടുവെള്ളം ഡയറക്റ്റ് എടുത്ത് വെക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് നിങ്ങളുടെ മുഖം പൊള്ളി പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം ഇതുപോലെ ഒരു 10 മിനിറ്റ് പിടിക്കണം കേട്ടോ. 10 മിനിറ്റ് പിടിച്ചതിന് ശേഷം വേണം നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതിനുള്ള മാസ്ക് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് കസ്തൂരി മഞ്ഞളും ജലാറ്റിൻ പൗഡറുമാണ്. ജലാറ്റിൻ വേണം, അതാണ് നമ്മൾ മാസ്കായിട്ട് ഉപയോഗിക്കുന്നത്. ഐ മീൻ പീൽ ഓഫ് മാസ്ക് ആയിട്ട് എടുക്കുന്നത് ജലാറ്റിൻ പൗഡർ കേട്ടോ. അതുപോലെ തന്നെ ഇട്ടേക്കുന്നത് കസ്തൂരി മഞ്ഞൾ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന് വേറെ പൗഡറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഒരു കസ്തൂരി മഞ്ഞളിനോ ഒരു ബ്രൈറ്റ്നസ്സും കൂടെ ഉണ്ടല്ലോ എന്നോർത്താണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അന്നേരം നല്ല ഹോട്ട് വാട്ടറാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ടൈം എടുക്കൂട്ടെ ഇതുപോലെ മിക്സായി വരാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ ചെയ്യാം, നേരെ മറിച്ച് ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഞാൻ സ്റ്റീം ചെയ്തതൊക്കെ ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യണം. കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ പാട്ടൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഫേഷ്യൽ ഹെയർസ് എവിടെയാണോ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10-25 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഉണങ്ങണം, എന്നാൽ മാത്രം ഇത് പീൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സ്കിന്നിലെ പോഴ്സിനുള്ളിൽ ഡെഡ് സെൽസും ഓയിലും ഡോട്ടും ഒക്കെ അടിഞ്ഞു കൂടുമ്പോഴാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവുന്നത്. വൈറ്റ് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. ഇപ്പോൾ ഇത് എൻ്റെ ഫേസിലുള്ളത് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിതുപോലെ നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ ഫേസിലെ ഹെയർസ് വളരുന്നത് ആ ഒരു റൂട്ടിൽ തന്നെ ഇത് പറിച്ചെടുക്കാൻ ശ്രമിക്കുക. പീൽ ചെയ്യുമ്പോൾ ഇച്ചിരി വേദനയുണ്ട്, അത് കടിച്ചമർത്തി വേണം നമ്മൾ പീൽ ചെയ്യാൻ വേണ്ടി. കാരണം വേദനയില്ലാതെ ഞാൻ പറയില്ല, കാരണം നിങ്ങൾക്ക് തന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും നല്ല വേദനയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻ ഉണ്ടാവും. അതൊന്ന് കടിച്ചമർത്തി വേണം നമ്മളിതുപോലെ പീൽ ഓഫ് ചെയ്തെടുക്കാനായിട്ട്. ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വലിക്ക് തന്നെ അതിങ്ങി പറഞ്ഞു പോരും. എൻ്റെ താടിയുടെ പാട്ടിലൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഇച്ചിരി ജെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനുണ്ടായിരുന്നു. കാരണം അത്രയും നേരം കൂടി എനിക്ക് ഇരിക്കാനുള്ള ക്ഷമയും ഇല്ലായിരുന്നു. എനിക്കൊരു ഫംഗ്ഷനും ഉണ്ടായിരുന്നു. ഫംഗ്ഷന് മുമ്പ് പോണതിന് മുമ്പാണ് ഞാൻ ഈ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതുപോലെ നല്ല പെയിൻ ഉണ്ടാവും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പറിച്ചെടുക്കുക. പക്ഷേ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവട്ടോ. നല്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ആവും. നിങ്ങളുടെ ഫോട്ടോ കാണാം. അത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നോക്കി ഫോട്ടോ ഇവിടെ കാണിക്കാൻ പറ്റുമോയെന്ന്. അതിവിടെ എന്തായത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ സെപ്പറേറ്റ് എടുത്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നെക്കിൻ്റെ പാർട്ടിൽ ഇട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പക്ഷേ ഇട്ട് കഴിഞ്ഞാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. ഇട്ടത് വലിയൊരു അബദ്ധമായിപ്പോയിന്ന്. കാരണം നല്ല പെയിനാണ് അവിടത്തേക്ക് പറിക്കുമ്പോൾ. ഇപ്പോൾ എൻ്റെ ഫേസ് കണ്ടോ, ക്ലീൻ ടു ക്ലീൻ ആണ്. അടിപൊളി സാധനമാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ കാണുന്നത്. ടേക്ക് കെയർ.